നിങ്ങൾ ചെറുപ്പത്തിൽ ബോബനും മോളിയും വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാല്യകാലം സുന്ദരമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാകില്ല. 50 വർഷത്തിലേറെയായി 3 തലമുറകളിലൂടെ മലയാളികളെ ടോംസ് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു. ഇന്നത്തെ മെഗാസ്റ്റാറുകളും രാഷ്ട്രീയ പ്രമുഖരുമടക്കം വലിയൊരു തലമുറ അക്ഷരം കൂട്ടി വായിക്കാൻ പഠിച്ചത് ബോബനും മോളിയും വായിച്ചായിരുന്നു. എല്ലാവരും കാണുന്നത് കാർട്ടൂണിസ്റ്റ് ടോംസ് കാണുന്നില്ല. എല്ലാവരും കേൾക്കുന്നത് ടോംസ് കേൾക്കുന്നുമില്ല. മറ്റാരും കാണാത്തതും കേൾക്കാത്തതുമായിരുന്നു ടോംസിന്റെ ലോകം. 6ാമതൊരു ഇന്ദ്രിയം ടോംസ് തുറന്നു വെച്ചിരുന്നു. വരയുടെയും ചിരിയുടെയും ചിന്തയുടെയും ഒരു 6ാം ഇന്ദ്രിയം, ചിരിച്ചിന്തകളുടെ ഒരു 6ാം തമ്പുരാൻ. മലയാളി വായനക്കാരെ പിന്നിൽ നിന്ന് മുന്നിലേക്ക് വായിക്കാൻ പഠിപ്പിച്ച കാർട്ടൂണിസ്റ്റ് ബോബനും മോളിയും എന്ന കുട്ടി കഥാപാത്രങ്ങളിലൂടെ 6 പതിറ്റാണ്ട് മലയാള കാർട്ടൂൺ രംഗത്തെ കുലപതിയായിരുന്നു ടോംസ്. വരകളിലൂടെയും വാക്കുകളിലൂടെയും മലയാളിയുടെ സങ്കുചിതത്വവും പിന്തിരിപ്പൻ ചിന്താഗതിയും കോറിയിട്ട് ചിരിക്കാനും ചിന്തിക്കാനും അവസരമൊരുക്കിയ ഉത്സവമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാർട്ടൂണുകൾ. തലതെറിച്ച 2 പിള്ളേരും അവർക്കിടയിൽ ഓടിപ്പായുന്ന ഒരു നായ്ക്കുട്ടിയും പിന്നെ കാലൻ കുടയും വീശി നടക്കുന്ന ആശാൻ ഉപ്പായി മാപ്പിള, തടിച്ചുന്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഇട്ടുണ്ണൻ, കയ്യിൽ പത്തിരി പരത്തുന്ന ദണ്ടുമായി ചേട്ടത്തി, പൈപ്പിൻ ചോട്ടിൽ വായിൽ നോക്കി നടക്കുന്ന ലോലൻ അപ്പി ഹിപ്പി, പിന്നെ മൊട്ട, കേസില്ലാ വക്കീലായ അച്ഛൻ പോത്തൻ, അമ്മ മറിയ, അതിനെല്ലാം ഉപരി ബോബനും മോളിയും. വരകളിലൂടെയും വാക്കുകളിലൂടെയും ചിരിക്കാനും ചിന്തിപ്പിക്കാനും അവസരമൊരുക്കിയ ഉത്സവമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാർട്ടൂണുകൾ. കാലമേറെ കഴിഞ്ഞിട്ടും ഇവരെല്ലാം ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഇന്ന് മലയാളി സമൂഹത്തിൻ്റെ ഹൃദയത്തിൽ വിഹരിക്കുന്നു. മലയാളി വായനക്കാരെ അറബികളെ പോലെ പിന്നിൽ നിന്ന് മുന്നിലേക്ക് വായിക്കാൻ പഠിപ്പിച്ച പ്രശസ്തവും ജനകീയവുമായിരുന്നു മനോരമ വാരികയിലൂടെ പുറത്തു വന്നിരുന്ന ടോംസിൻ്റെ ബോബനും മോളിയും. നിസ്സാര വരകളിൽ പട്ടിയും മരങ്ങളും മറ്റ് കാർട്ടൂൺ കഥാപാത്രങ്ങളും വരയ്ക്കപ്പെടുന്ന ബോബൻ്റെയും മോളിയുടെയും കൂട്ടുകാരുടെയും വിക്രിയകൾ ആ കാലത്തെ കുട്ടികൾ ജീവിതത്തിലും അനുകരിക്കപ്പെട്ടിട്ടുണ്ട്. മാവിലും കശുമാവിലും പുളിയിലും കല്ലെറിഞ്ഞതിന് പലർക്കും വഴക്കും അടിയും കിട്ടിയിട്ടുണ്ട്. 2ാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേർന്നെങ്കിലും 1 മാസത്തിനകം യുദ്ധം അവസാനിച്ചതോടെ സൈന്യം വിട്ട് നാട്ടിൽ മടങ്ങിയെത്തിയ ടോംസ് തൻ്റെ ജ്യേഷ്ഠനായ കാർട്ടൂണിസ്റ്റ് പീറ്റർ തോമസിനെ മാതൃകയാക്കിയാണ് വരയിലേക്ക് തിരിഞ്ഞത്. കോട്ടയത്തെ ദീപികയിൽ വരച്ചുകൊണ്ടാണ് ടോംസ് തുടങ്ങിയത്. ബിരുദം നേടിയതിനു ശേഷം മലയാള മനോരമയിൽ 1961 കാർട്ടൂണിസ്റ്റായി ജോലി തുടങ്ങി. 1987 മനോരമയിൽ നിന്ന് വിരമിച്ചു. 40 വർഷത്തോളം അദ്ദേഹം ബോബനും മോളിയും വരച്ചു. മനോരമയിൽ നിന്ന് വിരമിച്ച ശേഷം കലാകൗമുദിയിൽ ടോംസ് ബോബനും മോളിയും പ്രസിദ്ധീകരിക്കാൻ ശ്രമിച്ചെങ്കിലും മനോരമ കേസ് കൊടുത്തു. ഒരു ജില്ലാ കോടതി ടോംസിനെ കാർട്ടൂൺ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് തടഞ്ഞെങ്കിലും ഹൈക്കോടതി 1957 ഇന്ത്യൻ പകർപ്പവകാശ നിയമപ്രകാരം മനോരമയിൽ ജോലി ചെയ്യുമ്പോൾ വരച്ചതും പിന്നീട് വരയ്ക്കുന്നതുമായ എല്ലാ കാർട്ടൂണുകളുടെയും ഉടമസ്ഥതയും ടോംസിന് തന്നെയാണെന്ന് കോടതി വിധി പറഞ്ഞു. ടോംസ് കോമിക്സ് ടോംസിന്റെ ഉടമസ്ഥതയിൽ ബോബനും മോളിയും മറ്റു കാർട്ടൂണുകളും പ്രസിദ്ധീകരിച്ചു. ബോബനും മോളിയും പിന്നീട് സിനിമയായെങ്കിലും കാർട്ടൂൺ പോലെ ജനപ്രീതി നേടിയില്ല. തൻ്റെ അയൽപ്പക്കത്തെ 2 കുട്ടികളുടെ പേരാണ് ടോംസ് ഇവർക്ക് നൽകിയത്. ഈ കുട്ടികൾ അവരുടെ ചിത്രം വരച്ചു തരാൻ ചോദിച്ചതായിരുന്നു പ്രചോദനം. പിന്നീട് തൻ്റെ കുട്ടികൾക്കും അദ്ദേഹം ഇതേ പേരിട്ടു. അയൽപ്പക്കത്തെ കുട്ടികൾ എന്നും ടോംസിൻ്റെ വേലി ചാടി അടുക്കള വഴി സ്കൂളിൽ പോകുമായിരുന്നു. അവരുടെ വികൃതികൾ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ സ്വഭാവം നിശ്ചയിക്കുന്നതിൽ ടോംസിനെ സഹായിച്ചു. ടോംസിൻ്റെ മകൻ ബോബൻ ഇന്നും ഗൾഫിലും മോളി ഇന്ന് ആലപ്പുഴയിലുമാണ്. മോളിക്ക് മക്കളുടെ മക്കൾ ആയിക്കഴിഞ്ഞെങ്കിലും കാർട്ടൂൺ കഥാപാത്രമായ ബോബനും മോളിയും ഒരിക്കലും വളരുന്നില്ല. ടോംസിൻ്റെ തന്നെ അഭിപ്രായത്തിൽ പ്രായം ചെന്ന 2 കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ വികൃതി ആരും ആസ്വദിക്കുകയില്ല. അതുകൊണ്ട് ബോബനും മോളിക്കും പ്രായം കൂടുകയുമില്ല. തൻ്റെ കാർട്ടൂണുകളിലൂടെ രാഷ്ട്രീയക്കാരുടെ അഴിമതിയും ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും വിഷയമായതുകൊണ്ടാവാം മലയാള കാർട്ടൂൺ രംഗത്തെ ഈ അതികായകന് ഒരു പത്മ പുരസ്കാരം പോലും നൽകാതിരുന്നത്. മേരിക്കുട്ടി എന്ന ബോബൻ്റെയും മോളിയുടെയും അമ്മയെ വരച്ചത് അവരുടെ സ്വന്തം അമ്മയെ മാതൃകയാക്കിയാണ്. ബോബൻ്റെയും മോളിയുടെയും പിന്നാലെ പായുന്ന പട്ടിക്കുട്ടിയെ പോലും തൻ്റെ ചുറ്റുപാടിൽ നിന്നുമാണ് ടോംസ് കണ്ടെത്തിയത്. കീഴ്ക്കാംതൂക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇട്ടുണ്ണനും ഇട്ടുണ്ണന്റെ ഭാര്യ ചേട്ടത്തിയും ആശാനും ഉണ്ണിക്കുട്ടനും
ലോലകാമുകനായ അപ്പിഹിപ്പിയും പരീതും ഉപ്പായി മാപ്പിളയും കുട്ടേട്ടനും നേതാവും മൊട്ടയും തുടങ്ങി ബോബനും മോളിയിലും വന്നുപോയവരെ ഒന്നും മറക്കാൻ നമുക്കാവില്ല. 2016 ഏപ്രിൽ 27 ടോംസ് അന്തരിച്ചു. ടോംസ് വിടവാങ്ങി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ടോംസിൻ്റെ ബോബനും മോളിയും മലയാളികളുടെ മനസ്സിൽ കുട്ടിയായി തുടരുന്നു. ഒരു പത്രത്തിൽ ഭാര്യ കൊടുത്ത ചരമ പരസ്യം ഇപ്രകാരമായിരുന്നു: എൻ്റെ ഭർത്താവ് ജോസഫ് പെട്ടെന്ന് നിര്യാതനായി എന്ന് ഭാര്യ ആലീസ്. 32 വയസ്സ്, വെളുത്ത നിറം, പുരാതന കുടുംബം. വരികൾക്കിടയിൽ ചിരിയൊളിപ്പിക്കുന്ന ഈ ഭാവനാവിലാസം ടോംസിന് മാത്രം സ്വന്തം. ചിരിയുടെ ഒരു മിൽക്ക് ഷേക്ക് കുടിച്ച സുഖമാണ് ടോംസിൻ്റെ ബോബനും മോളിയും.